ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മനോഹരൻ വന്നിട്ട് മേഘയോട് പറയാണ്, മേഘ മേഘ പോയി മോളെ, പോയി, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി മോളെ. അമ്മവാ, എന്താ പോയത്? എന്തിനിങ്ങനെ പരിഭവിക്കുന്നേ? എന്തിനാ മോളെ അത് ചോദിക്കുന്നത്? ആ സുരേന്ദ്രനെ വിശ്വസിച്ച് നമ്മൾ അവതാളത്തിലായി. ആ സുരേന്ദ്രൻ നമ്മളെ ശരിക്കും ചതിക്കുകയായിരുന്നു മേഘ. അമ്മവാ, ഇങ്ങനെ കടന്ന് ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. മേഘ, നമ്മൾ വാങ്ങിച്ച ആ 200 ഏക്കർ സ്ഥലം അത് സർക്കാർ ഭൂമിയാണെന്ന്. അത് കേട്ട് മേഘ വാ പൊളിച്ച് നിൽക്കുകയാണ്. വീണ്ടും മനോഹരൻ പറയാണ്, ആ കള്ള രേഖകളൊക്കെ ഉണ്ടാക്കി അവർ നമ്മളെ ചതിച്ചതാണെന്ന്. എന്താ അമ്മവായി പറയുന്നേ? അത് മാത്രമല്ല, നമ്മൾക്ക് ആ സ്ഥലം വിറ്റയാളും അത് കാണിച്ചു തന്നയാളും അതിൻ്റെ ഡോക്യുമെൻസൊക്കെ തയ്യാറാക്കിയാളും എല്ലാം വ്യാജമായിരുന്നു. ആ സബ് രജിസ്ട്രാർ പോലും. അയ്യോ, മേഘയ്ക്ക് ഒന്നും തിരിയാത്ത അവസ്ഥയിലായി. അപ്പം മേഘ പറയാണ്, അതെങ്ങനെയമ്മവാ ആ സബ് രജിസ്ട്രാറാണ് നമ്മളെ പറ്റിക്കുന്നത്? മേഘ, സബ് രജിസ്ട്രാർ മാത്രമല്ല, ആ ഓഫീസിലുള്ള എല്ലാവരും ചതിയന്മാരാണ്. ആ ഓഫീസ് പോലും എല്ലാം അവരുടെ ഒരു സെറ്റപ്പായിരുന്നു. അതറിയാതെ നമ്മൾ ആ കള്ളന്മാർക്ക് 50 കോടി കൊടുത്ത് പറ്റിക്കപ്പെട്ടിരിക്കുന്നു. അയ്യോ, മേഘ വല്ലാതെയായി. ഇതെങ്ങനെയാ അമ്മാവൻ അറിഞ്ഞത്? ഇന്ന് രാവിലെയാണ് മോളെ ആ കള്ളന്മാരെക്കുറിച്ച് ടി വിയിലൊരു ന്യൂസ് കണ്ടത്. അവർ നമ്മളെ മാത്രമല്ല, നമ്മളെപ്പോലെ ഒരുപാട് പേരെ അവർ പറ്റിച്ച് കടന്നു കളഞ്ഞു. ആ ന്യൂസ് കണ്ട സമയത്ത് തന്നെ വാങ്ങിയ സ്ഥലത്തിൻ്റെ പ്രമാണവുമായിട്ട് ഞാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി. അപ്പോഴാ മോളെ ഈ സത്യമൊക്കെ ഞാൻ അറിഞ്ഞത്. മേഘ, ആ സ്ഥലം മുഴുവനും സർക്കാരിൻ്റെതാണ് മോളെ. സർക്കാരിൻ്റെ സ്ഥലം നമുക്ക് വിറ്റിട്ട് അവർ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. എന്താ അമ്മാവ ഈ പറയുന്നത്? എനിക്ക് വല്ലാതെ തല ചുറ്റുന്നു. മേഘ, നീ ആ സുരേന്ദ്രനെ വിശ്വസിച്ച് ഇങ്ങനെ പറ്റിക്കപ്പെട്ടു പോയല്ലോ മോളെ. അയ്യോ, എനിക്ക് അമ്മാവൻ പറയുന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരു നിമിഷം, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മേഘ വിളിച്ചപ്പോൾ തന്നെ പറയുന്നത്, താങ്കൾ വിളിക്കുന്ന വ്യക്തി താൽക്കാലികമായി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്താ മോളെ പറയുന്നത്? അതും സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. മേഘ, അവൻ ലാൻഡ് ഓണർ ആണെങ്കിലേ സ്വിച്ച് ഓഫ് ഓണാക്കൂ. നിക്കമ്മാവ, ഞാൻ സബ് രജിസ്ട്രാറെ ഒന്ന് വിളിച്ചു നോക്കാം. എന്ത് പറ്റി മേഘ? സബ് രജിസ്ട്രാറെ കോളും നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. മേഘ, ഞാൻ പറഞ്ഞില്ലേ മോളെ, ആ ബ്രോക്കറുടെ ആളുകളാ എല്ലാവരും കള്ളന്മാരാ മേഘ. അയ്യോ, ഇപ്പം എങ്ങനെയാ അമ്മാവ അവരെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ പണം എങ്ങനെ തിരികെ വാങ്ങിക്കും? മേഘ, നീ ആ സുരേന്ദ്രനെ വിളിച്ച് ചോദിക്ക്. അവനല്ലേ ആ ഫ്രോഡുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ തന്നെ മേഘ മേഡം സുരേന്ദ്രനെ വിളിക്കുകയാണ്. സുരേന്ദ്രൻ ഫോൺ എടുത്തിട്ട് പറയാണ്, പറഞ്ഞോ മേഡം. സുരേന്ദ്ര, ഉടനെ എൻ്റെ ക്യാബിനിലേക്ക് വാ. ഇപ്പോൾ വരാം മേഡം. പറഞ്ഞോ മേഡം. എടാ, നീ കൂട്ടിക്കൊണ്ട് വന്നില്ലേ ആ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ? അയാളെ നിനക്ക് എത്ര നാളായിട്ടറിയാം? ഇപ്പോൾ ഒരു 3 മാസമായിട്ട് അറിയാം മേഡം. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, എന്താ മേഘ ഇത്? അപ്പോൾ മേഘ സുരേന്ദ്രനോട് പറയാണ്, അവർ എന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ? എന്താ കാര്യം മേഡം? അപ്പോൾ മനോഹരൻ, എടാ 200 ഏക്കർ സർക്കാർ ഭൂമി നമുക്ക് വിറ്റിട്ട് 50 കോടി രൂപയുമായിട്ട് അവർ കടന്നു കളഞ്ഞു. സുരേന്ദ്രൻ പതിയെ മേഘയെ നോക്കുകയാണ്, അതായത് ഒന്നും അറിയാത്ത ഭാവത്തിൽ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പറയുന്നേ? ഇത്രയും വലിയ സ്ഥലം എങ്ങനെയാണ് പറ്റിച്ചു വിൽക്കാൻ പറ്റുന്നത്? അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണെന്ന് അറിയാൻ കഴിയുമല്ലോ. എടാ, അവർ രജിസ്റ്റർ ചെയ്ത ഓഫീസ് അവർ തന്നെ അവർക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്ത ഓഫീസായിരുന്നു. എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ഞങ്ങളെ പറ്റിച്ചു അവർ. സുരേന്ദ്രൻ പറയാണ്, അയാൾ അത്ര മോശക്കാരനൊന്നല്ല, എനിക്കറിയാം. ഒന്ന് നിൽക്കും മേഡം, ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ മനോഹരൻ പറയാണ്, ചെയ്തു നോക്ക്. സുരേന്ദ്രൻ വിളിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. മേഘ ചോദിക്കുക, എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നോ? അതെ മേഡം. വിഡ്ഢി. മേഘ കരഞ്ഞുകൊണ്ട് പറയാണ്, നിന്നെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു പ്രോജക്റ്റിലേക്ക് ഇറങ്ങിയില്ലേ, അതിന് എന്നെ പറഞ്ഞാൽ മതി. മേഡം ഒന്ന് ടെൻഷനാവാതിരിക്കുക, ഞാൻ അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. സുരേന്ദ്രൻ പറയാണ്. മനോഹരൻ പറയാണ്, ഓലത്തും അവനിങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ചിട്ട് നാട് വിട്ട് കളയാണ് ചെയ്യാറ് എന്നാണ് പറയുന്നത്. അവർ ഇന്ത്യയിൽ ഇല്ലാന്ന് മേഘ പറയാണ്. അപ്പം മനോഹരൻ, ന്യൂസ് കാണ് എന്ന് പറഞ്ഞ് TV ഓണാക്കാണ്. അതേപോലെ തന്നെ TV ഓണാക്കിയപ്പോൾ തന്നെ അതാണ് പറയുന്നത്. അവർ 2000 കോടി രൂപയോളം പറ്റിച്ചിട്ട് വസ്തുവൊക്കെ കീഴടക്കിയിട്ട് അവർ വസ്തു വിൽപ്പനയൊക്കെ കഴിഞ്ഞിട്ട് അവർ നാട് വിട്ടു. ആ തട്ടിപ്പുകാരെ പോലീസ് വ്യാപകമായി അന്വേഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം അറിയുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണം. പിന്നെ മനോഹരൻ സുരേന്ദ്രനെ നോക്കുകയാണ്. സുരേന്ദ്രനും മേഘയെയും മനോഹരനെയും മാറി മാറി നോക്കുകയാണ്.
ഒരാളെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് മേഘ സുരേന്ദ്രനെ അടിക്കാൻ വേണ്ടി കൈവങ്ങാണ്. നന്നായിട്ട് സുരേന്ദ്രന് കിട്ടി. അപ്പം മനോഹരൻ പറയാണ്, ഒരെണ്ണം കൂടി കൊടുക്കവനെ, എൻ്റെ മുഖത്തനി നോക്കരുത്, പോ ഇവിടുന്ന്. മേഘയാണെങ്കിലോ വഞ്ചിക്കപ്പെട്ട വിഷമത്തിൽ മനോഹരനെ നോക്കിയിട്ട് അയ്യോ എന്ത് ചെയ്യും എന്നുള്ള ഒരു തളർച്ചയും ക്ഷീണവുമാണ്. എന്നിട്ട് അമ്മാവനോട് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മാവ? മേഘ, ആദ്യം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോൾ മേഘയും പറയാണ്, നീ വാ മോളെ, വേഗം വാ, നമുക്ക് പോകാം. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ്. സിദ്ധു ഇതാ വീട്ടിൽ നിന്നും വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് ദൂരം ഓടിച്ചപ്പോൾ തന്നെ വണ്ടി നിന്നും പോയി. അപ്പോൾ സിദ്ധു പറയാൻ, ഇതെന്താ ടയർ പഞ്ചറായിരിക്കുന്നല്ലോ. പിന്നെ സിദ്ധു പെട്ടെന്ന് തന്നെ ടയർ മാറ്റിയിടുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക അവിടേക്ക് വരുന്നത്. സിദ്ധു പഞ്ചറായ ടയർ മാറ്റിയിടുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്രിക വന്നതുപോലെ തന്നെ ഒരല്പസമയം അവിടെ നിന്ന് നോക്കിയിട്ടതിന് ശേഷം തിരിച്ചുപോയി. പിന്നെ സിദ്ധു വർക്കൊക്കെ കഴിഞ്ഞ് എണീച്ച സമയത്താണ് കാണുന്നത് കയ്യിലും മുഖത്തും ഒക്കെ, അതായത് മുഖത്തുള്ള സിദ്ധു കണ്ടിട്ടില്ല, കയ്യിലൊക്കെ നന്നായിട്ട് കരിവേലായിട്ടാണുള്ളത്. ആ സമയം സിദ്ധു ചിന്തിക്കുകയാണ് ഇതെങ്ങനെയാണ് പോക്കുക എന്നുള്ള കാര്യം. അപ്പോഴാണ് ചന്ദ്രിക ഒരു കുപ്പി വെള്ളവുമായിട്ട് വന്നിട്ട് പറയുന്നത്, ഇതാ സാർ. സിദ്ധു പോലും ഞെട്ടിപ്പോയി. അപ്പോൾ സിദ്ധു ഒന്ന് നോക്കുകയാണ് ചന്ദ്രികയെ. സിദ്ധു വെള്ളം വാങ്ങിക്കാതെ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചില്ലല്ലോ. സാറ് ചോദിച്ചാൽ മാത്രമേ തരാവൂ എന്നുണ്ടോ? കൈ കഴുകിക്കൊള്ളൂ സാർ. പിന്നെ സിദ്ധു പറയാണ്, വാ ഒഴിക്ക്. അങ്ങനെ ചന്ദ്രിക സിദ്ധുവിൻ്റെ കയ്യിൽ വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കുകയാണ്. സാർ, കവിളിൽ ഗ്രീസ് ആയിട്ടുണ്ട്, തുടച്ചോളൂ സാർ. അപ്പോൾ സിദ്ധു തുടക്കാണ്. ഏയ് സാർ, ഒരു സ്ഥലം തുടക്കാൻ ചെന്നിട്ട് ഇപ്പോൾ മുഖം മുഴുവനും ആയിട്ടുണ്ടല്ലോ. എനിക്ക് സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക സാരി തുമ്പെടുത്ത് തുടച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സിദ്ധു പറയണം, ഏയ് വേണ്ട നിൽക്ക്, ഞാൻ തന്നെ തുടച്ചോളാം. അതൊന്നും വേണ്ട. അപ്പോൾ ചന്ദ്രിക പറയണം, ഏയ് നിൽക്ക് സാർ, ഇങ്ങനെ പോയാൽ കാണുന്നവർ എന്താ വിചാരിക്കുക? പിന്നെ ചന്ദ്രിക തന്നെ ചന്ദ്രികയുടെ സാരിൻ്റെ തുമ്പെടുത്ത് തുടച്ചു കൊടുത്തു. സാവകാശം തുടച്ച് അതൊക്കെ മുഴുവനായിട്ട് പോക്കിക്കൊടുത്തു. സാറിന് ഇനിയും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ? ദേഷ്യം മാറാനായിട്ട് നീ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ചെയ്തത്, ഒരുപാട് വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിന്നോട് ഞാൻ ക്ഷമിക്കും എന്ന് വിചാരിക്കണ്ട. അപ്പോൾ അവസാനം വരെ ഇങ്ങനെ തന്നെ ഇരിക്കാനാണോ? സിദ്ധു പറയാണ്, അതെ. അപ്പം ചന്ദ്രിക, ശരി സാർ, ഞാൻ ചെയ്തത് തെറ്റായിക്കോട്ടെ. ഞാൻ ചെയ്ത തെറ്റ് കാരണം സാറിൻ്റെ അച്ഛൻ തെറ്റ് തിരുത്തി മനസ്സ് മാറി അമ്മായിയുടെ ഒപ്പം ജീവിച്ചാൽ അതെനിക്ക് സന്തോഷം തന്നെയാണ്. സാറിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അമ്മായിയെ ജ്യോതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അല്ലാതെ അമ്മായി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കും എന്നൊന്നും ഞാൻ സ്വപ്നത്തിലേ വിചാരിച്ചതല്ല. നീ വിശദീകരിച്ചതൊക്കെ മതി, എനിക്ക് നിൻ്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട. എനിക്ക് സമയമായി, ഞാൻ പോകുന്നു. സാറിനെ വിശ്വസിച്ച ഞാൻ ഇത്രയും വലിയ ഗവൺമെൻറ് ടെൻഡർ എടുത്തത്. എന്നാൽ സാറ് എന്നോടുള്ള ദേഷ്യത്തിൽ എന്നെ സഹായിക്കില്ല എന്ന് പറയുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെടുകയാണ്. എനിക്ക് ആ ടെൻഡർ നന്നായി തീർക്കണമെങ്കിൽ സാർ എന്നെ സഹായിച്ചേ പറ്റൂ. സാറിന് താല്പര്യമുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് വരാം, ഇല്ലെങ്കിൽ ഇനി ഞാൻ സാറിനെ നിർബന്ധിക്കില്ല. അത്രയും പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും പോയി. അപ്പോൾ സിദ്ധു പറയാണ്, ഒരു മിനിറ്റ് ചന്ദ്രികെ, നാളെ മുതൽ ഞാൻ കമ്പനിയിൽ വരും. പക്ഷേ അത് നിനക്ക് വേണ്ടിയല്ല, അങ്കിളിനും ആൻറ്റിക്കും വേണ്ടി മാത്രമാണ്. ഞാൻ കമ്പനിയിൽ വന്ന് നിൻ്റെ കൂടെ ജോലി ചെയ്തു എന്ന് വിചാരിച്ച് നിന്നോട് ക്ഷമിച്ചെന്നോ നിന്നോടുള്ള ദേഷ്യം കുറഞ്ഞെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. ഈ ദേഷ്യം എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. സിദ്ധു പോയി വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ ചന്ദ്രിക ആലോചിക്കുകയാണ്, സാറിൻ്റെ ദേഷ്യം 2 ദിവസം കൊണ്ട് മാറും സാർ. പിന്നെ കാണിക്കുന്നത് മേഘയും സുരേന്ദ്രനും മനോഹരനും ഒക്കെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണുള്ളത്. മേഘ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട്, സാർ വരൂ സാർ, SI സാറിനെ ഒന്ന് കാണണം. നിൽക്ക്, ഒരു മിനിറ്റ്. സാർ, മേഘ മാഡം വന്നിട്ടുണ്ട്, അവരോട് അകത്തേക്ക് വരാൻ പറയൂ. സാറ് നിങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരൂ, ഇരിക്കൂ. താങ്ക് യു. പറയൂ, എന്താ കാര്യം? അപ്പം മേഘ പറയാണ്, ഇത് സുരേന്ദ്രൻ, എൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. സാർ, പിന്നെ മേഘ മാഡം ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ സ്ഥലം മൊത്തം കണ്ടതും, അതായത് ഡീൽ ഉറപ്പിച്ചതും ഒക്കെ പറയാണ്. 50 കോടി രൂപയാണ് പറ്റിച്ചുകൊണ്ട് പോയത് സാർ. എങ്ങനെയെങ്കിലും ആ പണം കണ്ടെത്തി തരണം, മേഘ പറയാണ്. എന്താ മേഘ, 50 കോടി രൂപയൊക്കെ കൊടുത്തിട്ട് സ്ഥലം വാങ്ങുമ്പോൾ അത് ആരുടേതാണ്, എങ്ങനെയാണ് എന്നൊന്നും അന്വേഷിക്കാതെയാണ് വാങ്ങിയത്? അവരുടെ ആരെങ്കിലും ഫോട്ടോ കയ്യിലുണ്ടോ? മേഘ പറയാം, ഉണ്ട് സാർ. അമ്മാവാ ഫോട്ടോ കണ്ടപ്പോൾ പോലീസ് പറയാണ്, ഇവരാണോ? ഇതുപോലെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്.
ഇവരെ ഉറപ്പായി ഞാൻ കണ്ടുപിടിക്കും, ഭയപ്പെടാതിരിക്കുക. പിന്നെ സാറ് വേറൊരു പോലീസിനെ വിളിക്കുകയാണ്. ജനാർദ്ദനൻ, എൻ്റെ ക്യാബിനിലേക്ക് വരൂ. യെസ് സാർ. ഇവരുടെ കയ്യിൽ നിന്നും ഒരു കംപ്ലൈൻറ്റ് എഴുതി വാങ്ങും. ഓക്കെ സാർ. വരൂ മാഡം. സാർ, എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ച് എൻ്റെ പണം തിരിച്ച് വാങ്ങിത്തരണം സാർ. ഉറപ്പായും വിഷമിക്കാതെ പോകൂ, അവരെ എത്രയും വേഗം നമ്മൾ കണ്ടുപിടിക്കും. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് മേഘ എണീറ്റ് പോയി. അതെ സാർ, അത് മേഡത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു കംപ്ലൈൻറ്റ് എഴുതി വാങ്ങും. ശരി സാർ. അങ്ങനെ മേഘ കംപ്ലൈൻറ്റ് എഴുതാനുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ജ്യോതി പറയാണ്, മേഘ, എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെയും സിദ്ധുവിൻ്റെയും വിവാഹം നടത്തിത്തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിത്തരേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചന്ദ്രിക കേൾക്കാണ്. അത് കേട്ട് മേഘ, 100% ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരും. അതിന് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും കൈ കഴുകാൻ വേണ്ടി എണീറ്റു. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് മേഘയോട് ചോദിക്കുകയാണ്, എന്താ പറഞ്ഞേ? ജ്യോതിയെ വാസു അമ്മാവന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്നോ? അതെ. ഏയ് മേഘ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ജ്യോതിയെ വാസു അമ്മാവന് നീ വിവാഹം കഴിച്ചു കൊടുക്കില്ല. ഞാൻ ഇപ്പം തന്നെ ജാനകി അമ്മയുടെ അടുത്ത് പോയി നിന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ.